ഹലോ എവ്രി വൺ, വെൽക്കം ടു ബിടെക് ADC. ഇന്നത്തെ ഈ സെഷനിൽ S3 EC/AE സ്റ്റുഡൻസിൻ്റെ 2019 സ്കീമിൽ നെറ്റ്വർക്ക് തിയറിയുടെ ഒരു എക്സാം ഓറിയൻറ്റഡ് വീഡിയോ ആണ്. ഈ വീഡിയോയിൽ തിയറി ക്വസ്റ്റ്യൻ മോഡ്യൂൾ വൈസ് ടോപ്പിക്സും അതിൽ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മോഡ്യൂൾ 1 നെറ്റ്വർക്ക് എലമെൻസിൽ നിന്ന് തിയറി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതായത് ലംഡ് എലമെൻറ്റ്സ്, ഡിസ്ട്രിബ്യൂട്ടഡ് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ലംഡ് എലമെന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കലി സെപ്പറേറ്റ് ചെയ്യുന്ന എലമെന്റ്സിനാണ് നമ്മൾ ലംഡ് എലമെന്റ്സ് എന്ന് പറയുന്നത്. അതായത് റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ ഒക്കെ ലംഡ് എലമെന്റ്സിന് എക്സാമ്പിൾ ആണ്. അതുപോലെ ഡിസ്ട്രിബ്യൂട്ടഡ് എലമെന്റ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ട്രാൻസ്മിഷൻ ലൈനൊക്കെ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് റെസിസ്റ്റർ, കപ്പാസിറ്റൻസ്, ഇൻഡക്ടൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആ ക്ലാസിഫിക്കേഷന് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടഡ് എലമെന്റ്സ് എന്ന് പറയും. ഫിസിക്കലി സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന എലമെന്റ്സിനെ നമ്മൾ വി കോൾ ഇറ്റ് ആസ് ലംഡ് എലമെന്റ്സ് എന്ന് പറയും. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് തിയറി ആയിട്ട്. പിന്നെ എനർജി സോഴ്സസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ വോൾട്ടേജ്, കറണ്ട് സോഴ്സ്, അതുപോലെ അതിൻ്റെ ഡിപ്പെൻഡൻറ്റ് സോഴ്സ്, ഇൻഡിപെൻഡൻറ്റ് സോഴ്സ് ക്ലാസിഫിക്കേഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് എ റെസിസ്റ്റർ ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ കറണ്ട് സോഴ്സ് ഇൻ പാരലൽ വിത്ത് സെയിം റെസിസ്റ്റർ. അങ്ങനത്തുള്ള സോഴ്സ് ട്രാൻസ്ഫോർമേഷനിൽ നിന്ന് തിയറി ചോദിച്ചിട്ടുണ്ട്. പിന്നെ സൂപ്പർ മെഷ്, സൂപ്പർ നോഡ്, അതിൻ്റെ കൺസെപ്റ്റ്സ് ഷോർട്ടായിട്ട് തിയറി ചോദിക്കാം. ഇത്രയാണ് മോഡ്യൂൾ 1 നിന്ന് തിയറി ചോദിക്കാവുന്ന ഏരിയാസ്. നമ്മൾ ടോപ്പിക്സ് പറഞ്ഞതിന് ശേഷം പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യും. മോഡ്യൂൾ 2 വരുമ്പോഴത്തേക്ക് നമുക്ക് 5 തിയറംസ് ആണ് പഠിക്കാനുള്ളത്. തെവനിൻസ് തിയറം, നോർട്ടൺസ് തിയറം, സൂപ്പർപൊസിഷൻ തിയറം, റെസിപ്രോസിറ്റി തിയറം ആൻഡ് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം. അതിൻ്റെ ഡെഫിനിഷനും എക്സ്പ്ലനേഷനും തിയറിയായിട്ട് ചോദിക്കാം. ഓരോ തിയറംസിൻ്റെയും ഡെഫിനിഷനും അതിൻ്റെ എക്സ്പ്ലനേഷനും വിത്ത് ഫിഗർ ചോദിക്കാം. അതുപോലെ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറത്തിന്റെ പ്രൂഫ്, AC കേസിലുള്ള പ്രൂഫ് തിയറിയായിട്ട് ചോദിക്കാവുന്നതാണ്. മോഡ്യൂൾ 3 വരുമ്പോഴത്തേക്ക് ലാപ്ലാസ് ട്രാൻസ്ഫോം അനാലിസിസ് ആണ് വരുന്നത്. അതിൽ ഇനിഷ്യൽ വാല്യൂ, ഫൈനൽ വാല്യൂ തിയറം, അതിന്റെ പ്രൂഫ് ചോദിച്ചിട്ടുണ്ട്. പ്രോപ്പർട്ടീസ് ഓഫ് ലാപ്ലാസ് ട്രാൻസ്ഫോം, അതിൽ നിന്ന് തിയറി ചോദിക്കാം, ഏതെങ്കിലും പ്രൂഫ് ചോദിക്കാം. പിന്നെ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ബേസിക് സിഗ്നൽസ് സർക്യൂട്ട്സ് ഇൻ S ഡൊമൈൻ, അതിൽ നിന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ S ഡൊമൈൻ ഇക്വലന്റ് ഓഫ് കപ്പാസിറ്റർ അല്ലെങ്കിൽ S ഡൊമൈൻ ഇക്വലന്റ് ഓഫ് ഇൻഡക്ടർ, അത് ഡ്രോ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാം. പിന്നെ വരുന്നത് ട്രാൻസിയന്റ് അനാലിസിസ്, ഡെറിവേഷൻ ഓഫ് RL, RC, RLC സർക്യൂട്ട്സ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഏതെങ്കിലും ഡിറൈവ് ചെയ്യാൻ ചോദിക്കുക. ഡിറൈവ് ദ ഇക്വേഷൻ ഫോർ ട്രാൻസിയന്റ് കറണ്ട് ഇൻ RL സർക്യൂട്ട് വിത്ത് DC സോഴ്സ്, അതുപോലത്തുള്ള ക്വസ്റ്റ്യൻസ് ഈ ട്രാൻസിയന്റ് അനാലിസിസിന് ഡെറിവേഷൻ ചോദിക്കാം. പിന്നെ വരുന്നത് ടൈം കോൺസ്റ്റന്റും അതിൻ്റെ സിഗ്നിഫിക്കൻസും ആണ്. ടൈം കോൺസ്റ്റന്റ് ഡെഫിനിഷൻസ് ഒക്കെ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഡിഫൈൻ ടൈം കോൺസ്റ്റന്റ്, വാട്ട് ഈസ് ഇറ്റ് സിഗ്നിഫിക്കൻസ്. ഇതാണ് മോഡ്യൂൾ 3 വരുന്ന എക്സ്പെക്ട് ചെയ്യാവുന്ന തിയറി പോർഷൻസ് ഏരിയ. ഓക്കെ, ഫൈനൽ വാല്യൂ, ഇനിഷ്യൽ വാല്യൂ തിയറം, പ്രൂഫ്, പ്രോപ്പർട്ടീസ് ഓഫ് ലാപ്ലാസ് ട്രാൻസ്ഫോം, ട്രാൻസ്ഫോർമേഷൻ ഓഫ് ബേസിക് സിഗ്നൽ സർക്യൂട്ട്സ് ഇൻ S ഡൊമൈൻ. അതായത് ഇപ്പോൾ S ഡൊമൈൻ ഇക്വലന്റ് ഓഫ് കപ്പാസിറ്റർ, അതുപോലെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. S ഡൊമൈൻ ഇക്വലന്റ് ഓഫ് ഇൻഡക്ടർ, ഒരു റെസിസ്റ്റീവ് നെറ്റ്വർക്കിനെ നമ്മൾ S ഡൊമൈനിലേക്ക് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഡീറ്റെയിൽസ് ഒക്കെ തിയറിയായിട്ട് അവിടെ നിന്ന് ചോദിക്കാവുന്നതാണ്. പിന്നെ ഈ ട്രാൻസിയന്റ് അനാലിസിസിൽ ഏതെങ്കിലും കറണ്ടിന്റെ എക്സ്പ്രഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ലാസ്റ്റ് വരുന്നത് ടൈം കോൺസ്റ്റന്റ് ആൻഡ് ഇറ്റ് സിഗ്നിഫിക്കൻസ്. ഇത്രയാണ് തിയറിയുടെ പോർഷൻസ് ചോദിക്കാവുന്ന ടോപ്പിക് ഏരിയാസ്. മോഡ്യൂൾ 4 വരുമ്പോഴത്തേക്ക് നെറ്റ്വർക്ക് ഫംഗ്ഷൻസ് ആണ് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്. ഇപ്പോൾ ഡ്രൈവിംഗ് പോയിന്റ്, ട്രാൻസ്ഫർ ഫംഗ്ഷൻസ്, അതിൻ്റെ ഡെഫിനിഷൻസ് ചോദിക്കാം. അപ്പോൾ അത് പഠിച്ചു വെക്കുക. പ്രോബ്ലം ചോദിക്കുമ്പോഴാണെങ്കിലും നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻസും കണ്ടീഷൻസും എഴുതേണ്ടതായിട്ട് വരും. അപ്പോൾ അത് ഓരോന്നിനും ഡെഫിനിഷൻസും കണ്ടീഷൻസും പഠിക്കുക. അതിനുശേഷം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് പ്രോപ്പർട്ടീസ് ഓഫ് ഡ്രൈവിംഗ് പോയിന്റ് ആൻഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻസ് എന്നുള്ളത്. അത് നമ്മൾ KTU മോഡൽ ക്വസ്റ്റ്യനും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രോപ്പർട്ടീസ് ഓഫ് ഡ്രൈവിംഗ് പോയിന്റ് ആൻഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻസ് കുറച്ച് ഡയറക്റ്റായിട്ട് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അത് ഒരു ഫംഗ്ഷൻ ഡ്രൈവിംഗ് പോയിന്റ് ആവാനും അതുപോലെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആവാനും അത് പഠിക്കുക. അതിൻ്റെ വീഡിയോസ് നമ്മൾ ഓൾറെഡി അപ്ലോഡഡ് ആണ്. നെക്സ്റ്റ് വരുന്നത് സിഗ്നിഫിക്കൻസ് ഓഫ് പോൾസ് ആൻഡ് സീറോസ് ഓഫ് നെറ്റ്വർക്ക് ഫംഗ്ഷൻസ്. ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷനിൽ നിന്ന് പോൾസും സീറോസും ഫൈൻഡ് ഔട്ട് ചെയ്ത് അതിൻ്റെ സിഗ്നിഫിക്കൻസ്, സ്റ്റെബിലിറ്റി കൺസെപ്റ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് തിയറിയിൽ ഡയറക്റ്റ് ചോദിക്കാവുന്നതാണ്. പിന്നെ വരുന്നത് ടൈം റെസ്പോൺസ് ഫ്രം പോൾ സീറോ പ്ലോട്ട്. ഇത്രയാണ് മോഡ്യൂൾ 4 വരുന്ന തിയറി ടോപ്പിക്സ്. മോഡ്യൂൾ 5 വരുമ്പോഴത്തേക്ക് 2 പോർട്ട് നെറ്റ്വർക്ക്സ് ആണ് വരുന്നത്. അതിൽ 2 പോർട്ട് നെറ്റ്വർക്ക് പാരാമീറ്റേഴ്സിന്റെ ഡെഫിനിഷൻ, ZYH ABCD പാരാമീറ്റേഴ്സ്, അതിന്റെ ഡെഫിനിഷൻസും കണ്ടീഷൻസും പഠിക്കുക. അപ്പോൾ അത് പ്രോബ്ലം ചോദിക്കുമ്പോഴാണെങ്കിൽ നമുക്ക് അവിടെ മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. ഓരോന്നിന്റെ ഡെഫിനിഷൻസ് നമ്മൾ ഈസി ട്രിക്ക്, മെട്രിക്സ് വെച്ചിട്ടൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വാച്ച് ചെയ്യുക.
അതുപോലെ ഇന്റർ റിലേഷൻഷിപ്പ് എമംഗ് പാരാമീറ്റേഴ്സ്. ഏതെങ്കിലും ഒരു ഇന്റർ റിലേഷൻഷിപ്പ് എക്സാമിന് സ്ഥിരം ചോദിക്കുന്നതാണ്. ഇപ്പോൾ നമ്മളുടെ ചാനലിലാണെങ്കിൽ ഒരു ഈസി ട്രിക്ക് വെച്ചിട്ട് ഏത് പാരാമീറ്ററിനെ ഇൻ ടേംസ് ഓഫ് അതർ പാരാമീറ്റർ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് വാച്ച് ചെയ്യുക. അതുപോലെ നെറ്റ്വർക്ക് തിയറിയുടെ മോഡ്യൂൾ വൈസ് മോഡ്യൂൾ 1 to 5 ഓൾമോസ്റ്റ് ഓൾ ടോപ്പിക്സിന്റെ വീഡിയോസും അപ്ലോഡഡ് ആണ്. നിങ്ങൾക്ക് ഏത് മോഡ്യൂളിൽ നിന്ന് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്ത് പഠിക്കാം. നമ്മൾ ചെയ്തിരിക്കുന്ന പ്രോബ്ലത്തിനെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം മോഡ്യൂൾ 5 വാച്ച് ചെയ്തിട്ട് മോഡ്യൂൾ 4 വാച്ച് ചെയ്താലും വിഷയമൊന്നുമില്ല. ഓരോ പ്രോബ്ലവും എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്തെല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ മോഡ്യൂൾ വൈസ് പ്ലേലിസ്റ്റ് ക്രിയേറ്റഡ് ആണ്. നെക്സ്റ്റ് വരുന്നത് ഇന്റർ കണക്ഷൻ ഓഫ് 2 പോർട്ട് നെറ്റ്വർക്ക്, സീരീസ് ആൻഡ് പാരലൽ കണക്ഷന്. അത് കുറെ ക്വസ്റ്റിനകത്ത് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അത് ഡയറക്റ്റ് തിയറിയാണ്. രണ്ട് നെറ്റ്വർക്കിനെ എങ്ങനെയാണ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നത്, പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുന്നത്, അതിന്റെ എക്സ്പ്രഷൻസ് ഒരു വീഡിയോയും ഓൾറെഡി അപ്ലോഡ് ആണ്. ഒന്ന് വാച്ച് ചെയ്യുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്റർ കണക്ഷൻ ഓഫ് 2 പോർട്ട് നെറ്റ്വർക്ക്, സീരീസ് ആൻഡ് പാരലൽ കണക്ഷൻ. പിന്നെ റെസിപ്രോക്കൽ ആൻഡ് സിമെട്രിക് കണ്ടീഷൻസ്, അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. തിയറി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് ക്യാരക്ടറിസ്റ്റിക് ആൻഡ് ഇമേജ് ഇമ്പിഡൻസ്. അതും ഡിഫൈൻ ക്യാരക്ടറിക് ഇമ്പിഡൻസ് അല്ലെങ്കിൽ ഇമേജ് ഇമ്പിഡൻസ് എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. ഇത്രയാണ് മെയിനായിട്ട് നമ്മൾ സിലബസിൽ തിയറി പോർഷൻസ് ചോദിക്കാവുന്ന ഏരിയാസ് ആണ് ഈ നോട്ട് ഔട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതായത് KTU 2015 സ്കീമിലും കുറേ മോഡ്യൂൾസ് സിമിലർ ആണ്, ടോപ്പിക്സ് സിമിലർ ആണ്. അതുപോലെ കുസാറ്റ് കേരള യൂണിവേഴ്സിറ്റിയിലൊക്കെ നെറ്റ്വർക്ക് തിയറി സെയിം പേപ്പർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് വെച്ചിട്ട് ഈ നമ്മുടെ സിലബസുമായിട്ട് റിലേറ്റ് ചെയ്ത് ഈ ടോപ്പിക്സിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ പോയിന്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ മോഡ്യൂൾ 1 നിന്ന് എക്സ്പ്ലെയിൻ പാസീവ് ആൻഡ് ആക്റ്റീവ് സർക്യൂട്ട് കമ്പോണൻസ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ചോദിച്ചിട്ടുള്ളത് സ്റ്റേറ്റ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ഐഡിയൽ കറണ്ട് ആൻഡ് വോൾട്ടേജ് സോഴ്സ്, അതിന്റെ VI ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ട് ഐഡിയൽ കേസിന്റെ പ്രോപ്പർട്ടീസ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ സ്റ്റേറ്റ് ട്രാൻസ്ഫോർമേഷൻ ടെക്നിക്സ്, അതായത് സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ ആണ്, വോൾട്ടേജ് ടു കറണ്ട്, അതുപോലെ കറണ്ട് ടു വോൾട്ടേജ് ട്രാൻസ്ഫോർമേഷൻ തിയറി ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ കൺസെപ്റ്റ് ഓഫ് സൂപ്പർ മെഷ്, സൂപ്പർ മെഷ് ഏത് കണ്ടീഷനിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, അതിന്റെ കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. ഇനി മോഡ്യൂൾ 2 വരുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളത് ഈ സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറി ആണ്. ഈ തിയറിയായിട്ട് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത്. പിന്നെ വരുന്നത് സൂപ്പർ പൊസിഷൻ തിയറം ചോദിച്ചിട്ടുണ്ട്, വിത്ത് എക്സാമ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ. എക്സ്പ്ലെയിൻ തെവിനിൻ ആൻഡ് നോർട്ടൺസ് തിയറം ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് എക്സ്പ്ലെയിൻ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം ഫോർ AC സർക്യൂട്ട്സ്, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. What do you mean by reciprocity in a 2-port network? Obtain the condition for reciprocity in ABCD parameter. അതും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ ഏതെങ്കിലും റെസിപ്രോസിറ്റി കണ്ടീഷൻസ് ചോദിക്കാം, നമ്മളത് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, ഒരു ചാർട്ടൊക്കെ വെച്ചിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ എക്സ്പ്ലെയിൻ റെസിപ്രോസിറ്റി തിയറം ഡയറക്റ്റ് ചോദിച്ചിട്ടുണ്ട്. ഇത്രയാണ് മോഡ്യൂൾ 2 ഇന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഈ ഒരു ടോപ്പിക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. മോഡ്യൂൾ 3 വരുമ്പോഴത്തേക്ക് ഡിഫൈൻ ടൈം കോൺസ്റ്റന്റ് ചോദിച്ചിട്ടുണ്ട്. റൈറ്റ് ദ ടൈം കോൺസ്റ്റന്റ് ഫോർ RC നെറ്റ്വർക്ക് വിത്ത് നെസസറി ഇക്വേഷൻ. Then derive the equation for transient current in RC circuit when excited by DC source. അത് ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ട്രാൻസിയന്റ് അനാലിസിസ് ഡെറിവേഷൻ ഓഫ് RL, RC, RLC സർക്യൂട്ട്സ്, അതിൽ നിന്ന് വരുന്ന ടോപ്പിക്കാണ്. ഏതെങ്കിലും ഒരു ഡെറിവേഷൻ സ്ഥിരം ചോദിക്കാറുള്ളതാണ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് ട്രാൻസ്ഫോർമേഷൻ ഓഫ് സർക്യൂട്ട്സ് ഇൻ S ഡൊമെയിൻ. ഒരു കപ്പാസിറ്ററിന് നമ്മൾ എങ്ങനെയാണ് S ഡൊമെയിൻ റെപ്രസെന്റ് ചെയ്യുന്നത്, ഇൻഡക്ടറിനെ എങ്ങനെയാണ് S ഡൊമെയിൻ റെപ്രസെന്റ് ചെയ്യുന്നത്, അതിന്റെ ഡെറിവേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോസിൽ അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. മോഡ്യൂൾ 4 ഇന്ന് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന്, വാട്ട് ആർ ദ റെസ്ട്രിക്ഷൻസ് ഓൺ ദ ലൊക്കേഷൻ ഓഫ് പോൾസ് ആൻഡ് സീറോസ് ഇൻ എസ് പ്ലെയിൻ. പോൾസ് ആൻഡ് സീറോസിന്റെ സ്റ്റെബിലിറ്റി കൺസെപ്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. അത് 8-6 മാർക്സിനൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. വാട്ട് ആർ ദ റെസ്ട്രിക്ഷൻസ് ഓഫ് ലൊക്കേഷൻ ഓഫ് പോൾസ് ആൻഡ് സീറോസ് ഇൻ എസ് പ്ലെയിൻ. പിന്നെ നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ളത് എക്സ്പ്ലെയിൻ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഡ്രൈവിംഗ് പോയിന്റ് ആൻഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. നേരത്തെ പറഞ്ഞായിരുന്നു ഡ്രൈവിംഗ് പോയിന്റ് ആൻഡ് ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ പ്രോപ്പർട്ടീസിന്റെ കാര്യം. പ്രോപ്പർട്ടീസ് ഓഫ് ഡ്രൈവിംഗ് പോയിന്റ് ആൻഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻസ്, അത് കുറച്ച് പോയിന്റ്സ് ഉണ്ട്, ഡയറക്റ്റ് പഠിച്ചു വെച്ച് എഴുതാവുന്നതേ ഉള്ളൂ. സ്റ്റെബിലിറ്റി ഫ്രം പോൾ സീറോ പ്ലോട്ടും എക്സാംസിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ലാസ്റ്റ് മോഡലിലേക്ക് വരുമ്പോഴത്തേക്ക് ഡിഫൈൻ ZY/H ആൻഡ് ABCD പാരാമീറ്റർ ഓഫ് 2-port നെറ്റ്വർക്ക്. ഏതെങ്കിലും രണ്ട് പാരാമീറ്റേഴ്സിന്റെ ഡെഫിനിഷൻസ് ചോദിച്ചിട്ടുണ്ട്. Then express hybrid parameter in terms of Z parameter. Obtain Z parameter in terms of transmission parameter. ഇതെല്ലാം ഇന്റർ റിലേഷൻഷിപ്പിനകത്ത് വരുന്ന തിയറി ക്വസ്റ്റ്യൻസ് ആണ്.
ഇന്റർ റിലേഷൻഷിപ്പ് എമംഗ് പാരാമീറ്റേഴ്സിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഏതെങ്കിലും ഒരു ഇന്റർ റിലേഷൻഷിപ്പ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ളത് എക്സ്പ്ലെയിൻ സീരീസ് പാരലൽ കണക്ഷൻ ഓഫ് ടു പോർട്ട് നെറ്റ്വർക്ക്സ്. അത് നെറ്റ്വർക്കിന്റെ ഇന്റർ കണക്ഷനകത്ത് വരുന്നതാണ് സീരീസ് പാരലൽ കണക്ഷൻസ് ഓഫ് ടു പോർട്ട് നെറ്റ്വർക്ക്. ഇത്രയാണ് പ്രീവിയസ് ഇയർ ഈ ഒരു ടോപ്പിക്സിൽ നിന്ന് ചോദിച്ചിട്ടുള്ള തിയറി ക്വസ്റ്റ്യൻസ്. അതുപോലെ തിയറി ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്ന ഏരിയാസ് ആണ് ആദ്യം മെൻഷൻ ചെയ്തത്. നമ്മളെ നെറ്റ്വർക്ക് തിയറിയിൽ പ്രോബ്ലംസിനാണ് വെയിറ്റേജ് കൂടുതൽ, എന്നാലും തിയറി ഡയറക്റ്റായിട്ട് ചോദിക്കുന്ന കുറച്ച് തിയറീസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്തത്. ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നോക്കുക. മോർ എക്സാം ഓറിയന്റഡ് വീഡിയോസ് അപ്ലോഡ് ചെയ്യും. സോ ഡു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. മോർ എക്സാം ഓറിയന്റഡ് വീഡിയോസ് അപ്ലോഡ് ചെയ്യും. പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക് യു. ബിടെക് മെഡിസിൻ.